എവരി വൺ, വെൽക്കം ടു സീസൺസ്. എന്ത് പറയുന്നു എല്ലാവരും? ഞാനിന്ന് പറയാൻ വന്നത് ഒരു പാരീസ് സ്റ്റോറിയാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പാരീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഈ ഒരു എപ്പിസോഡ് പോകുമ്പോൾ ഈ എപ്പിസോഡിനെ ഞാൻ പാരീസ് ലവ് സ്റ്റോറി എന്ന് പേരിട്ടു. അപ്പോൾ എല്ലാവർക്കും പാരീസ് ലവ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ പാരീസ് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു മോർണിംഗ് 8 മണി ആയപ്പോഴേക്കും പാരീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കാലാവസ്ഥ ഏകദേശം ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നുവെങ്കിലും തുടരെ പോകുന്തോറും നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കൂടിക്കൂടി വന്നു. കാരണം ഈ സിറ്റിയുടെ ആർക്കിടെക്ചർ കാണുമ്പോൾ വളരെയധികം മനോഹരമാണ്. അത് കാണുമ്പോൾ തന്നെ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ സിറ്റി പാരീസ് ആണെന്ന് തോന്നും. ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു സിറ്റി ടൂർ ആയിരുന്നു. ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടിയത് കൊണ്ട് നന്നായി സിറ്റി കാണാൻ കഴിഞ്ഞു. പാരീസ് നഗരത്തെ അതിമനോഹരമാക്കുന്നത് നഗരത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഈ കാണുന്ന സെയിൻ റിവർ ആണ്. ഇങ്ങനെ പോകുന്തോറും സിറ്റിയിൽ കുറച്ച് തിരക്ക് കുറവായിരുന്നു. മോർണിംഗ് ആയതുകൊണ്ടാകാം. ഇലകളില്ലെങ്കിലും ഉണങ്ങിയ ചില്ലകളുള്ള മരങ്ങളും മൂടിക്കെട്ടിയ ആകാശവും പാരീസിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നതായി എനിക്ക് തോന്നി. പതിവ് പോലെ ഈ ട്രിപ്പും അൺപ്ലാനഡ് ആയിരുന്നു. പണ്ടൊക്കെ വീഡിയോയിൽ കണ്ടിരുന്ന പാരീസ് ലൈഫിൽ എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ ഒന്ന്. ആക്ച്വലി എനിക്കിതൊരു അഖിലിൻ്റെ സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ സർപ്രൈസും ഡ്രീമും കൂടി ചേർന്നപ്പോൾ ഈ ഒരു ട്രിപ്പ് എനിക്കൊരു എക്സൈറ്റ്മെൻ്റായി മാറി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫ്രാൻസിൻ്റെ സൈനിക വിജയങ്ങളുടെയും ദേശീയ അഭിമാനത്തിൻ്റെയും പ്രതീകമായ ആർക്ക് ഡി ട്രിയോംഫ് കാണാനായിരുന്നു. 1806-നും 1836-നും ഇടയിലാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. വിജയങ്ങൾ കൈവരിച്ച യുദ്ധങ്ങളും അതിന് പ്രധാന പങ്ക് വഹിച്ച ജനറൽമാരുടെ പേരുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ അജ്ഞാത സൈനികന്റെ ശവകുടീരവും ഇവിടെയുണ്ട്. എന്തൊക്കെ ചരിത്രങ്ങളാണല്ലേ! അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ചരിത്രം കാണാൻ ഫ്രാൻസിൽ വരുന്ന ഓരോ സഞ്ചാരികളും ഇവിടെ വന്നിട്ടേ തിരികെ പോകാറുള്ളൂ. ഇടയ്ക്കൊരു മഴ പെയ്തെങ്കിലും അതൊന്നും തോന്നപ്പോൾ ഞങ്ങൾ നേരെ പോയത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വലുതുമായ ആർട്ട് മ്യൂസിയങ്ങൾ ഒന്നായ ലൂവയിലായിരുന്നു. ഈ പെയിന്റിങ്ങും ആർട്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ ഈ ലൂവെ മ്യൂസിയം. ഇവിടെ പ്രധാനമായും ആർട്സും ചരിത്രപ്രധാനമായ പുരാവസ്തുക്കളുടെയും ശേഖരം തന്നെയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിയാനാർഡോ ഡാവിഞ്ചിയുടെ മോണലിസയുടെ പെയിന്റിങ്ങും ഇവിടെയുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ മ്യൂസിയത്തിന്റെ സ്ട്രക്ചറായിരുന്നു. ഗ്ലാസ് പിരമിഡ്. രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ആക്ച്വലി ഇവിടെ ഒരു 2 ദിവസം എടുത്ത് കാണാനുള്ള ആഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ പോയതൊരു വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അകത്ത് കിടക്കാൻ വലിയൊരു ക്യൂവും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ നമുക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ സമയം വളരെ കുറവായിരുന്നു. നിഗൂഢമായി പുഞ്ചിരിക്കുന്ന മോണോലിസയുടെ യഥാർത്ഥ പെയിന്റിങ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് ഐഫൽ ടവറിലേക്കായിരുന്നു. ഒരുപക്ഷെ എല്ലാവരെയും പോലെ പാരീസ് എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റായി ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലം ഐഫൽ ടവറിന്റെ അടുത്തെത്തുമ്പോഴേക്കും എൻ്റെ കൗതുകവും കൂടിക്കൂടി വന്നു. ഐഫൽ ടവറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. 1889 നിർമ്മിച്ച ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ഐഫൽ ടവർ. ഈ ടവറിന്റെ മുകളിൽ കയറിയാൽ പാരീസ് നഗരം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. 330 മീറ്റർ ഉയരമുള്ള ഈ ടവർ ഏകദേശം 18,000-ലധികം ഉരുക്ക് ഭാഗങ്ങൾ കൊണ്ടാണ്, അതും 1889 നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഐഫൽ ടവർ ശരിക്കും എനിക്കൊരു അത്ഭുതമായി തോന്നി. എനിക്ക് ഈ ടവർ കാണാൻ ഇഷ്ടപ്പെട്ടത് രാത്രിയിലാണ് കേട്ടോ. നഗരത്തിന്റെ മധ്യത്തിൽ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട ഐഫൽ ടവർ കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം ഐഫൽ ടവറിന്റെ ഫ്രണ്ടിൽ നിന്നും ഫോട്ടോ എടുക്കാൻ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടം കാണും ഇല്ലേ? അതിലൊരാളായിരുന്നു ഞാനും. അതും നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലായി മാറി. ഐഫൽ ടവറൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ബോട്ട് ട്രിപ്പിനായിരുന്നു. ഈ ബോട്ട് നീങ്ങുന്നത് സെയിൻ റിവറിൽ കൂടിയാണ്. ശാന്തമായി മഴയിൽ കുളിച്ചു നിൽക്കുന്ന പാരീസ് ആർക്കിടെക്ചർ ഡിസൈൻ ഇങ്ങനെ ഇരുവശങ്ങളിലും ഇരുന്ന് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിനിടയിൽ രസകരമായ കാഴ്ച കണ്ടോ? ഈ തണുപ്പിലും മഴയിലും
ക്ലൈമറ്റ് വകവയ്ക്കാതെ ഔട്ട്ഡോർ എക്സസൈസ് ചെയ്യുന്ന ഒരു കൂട്ടം ഗ്യാങ്ങിനെ കണ്ടോ? ഇതൊക്കെ തന്നെയാണ് നമുക്ക് യൂറോപ്പിൽ കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഏത് സാഹചര്യങ്ങളിലും ഇവിടുത്തെ ആൾക്കാർ അവരുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന ശ്രദ്ധ അത് ഒന്ന് വേറെ തന്നെയാണ്. ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും രണ്ടുപേർക്കും നല്ല വിശപ്പായി. നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഷോപ്പിംഗ് മാളിലായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല മഴയുമായിരുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ ലോകത്തിലെ ഫാഷൻ ക്യാപിറ്റലാണ് പാരീസ്. ആഡംബരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പുതുമയുടെയും അതുല്യമായ ഫാഷൻ സ്റ്റൈൽ തന്നെ പാരീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങിനിടയിൽ തേടി തേടി ദേ ഇങ്ങനൊരു സുവനീറും വാങ്ങി. സിറ്റി ഓഫ് ലവിൽ വരുമ്പോൾ ഇങ്ങനൊരു സുവനീർ വാങ്ങിക്കാതെ പോകുന്നത് എങ്ങനെയാ? ഐഫിൾ ടവറിന്റെ മുന്നിൽ ഒരു കുടയുമായി നിൽക്കുന്ന പ്രണയിതാക്കൾ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഡിന്നർ കഴിക്കാനായി പോയി. അഖിൽ കഴിച്ചത് ഫ്രഞ്ച് ക്ലാസിക് ഡിഷായ ഡക്ക് കോൺഫിയും ഞാൻ കഴിച്ചത് ബനാന സ്പ്ലിറ്റുമായിരുന്നു. അങ്ങനെ പ്രണയനഗരത്തിന് മുകളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞങ്ങളുടെ ഈ യാത്രയും ഇവിടെ തീരാറായി. അപ്പോഴേക്കും ലൈറ്റ് നിറഞ്ഞ മാജിക് സിറ്റിയായി പാരീസ് മാറി. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു പ്ലാൻ ചെയ്യാത്ത ട്രിപ്പായിരുന്നു. പോരാത്തതിന് പിറ്റേന്ന് ഞങ്ങൾക്ക് ഓഫീസും ഉണ്ടായിരുന്നു. ഒരു ദിവസമാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും നല്ല ഓർമ്മകളാണ് പാരീസ് സമ്മാനിച്ചത്. പാരീസിൻ്റെ ഈ മാസ്മരികത നമ്മുടെ മനസ്സിലും നിറമുള്ള പ്രണയമായി നിലനിൽക്കും.
തിരികെ ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഞാൻ പാരീസിനോടായി പറഞ്ഞു, ഹേ പാരീസ്, താങ്ക് യു ഫോർ ദ അമേസിംഗ് മെമ്മറീസ്. വി വിൽ ബി ബാക്ക് സൂൺ ബിക്കോസ് വി ലവ് യു. പിന്നെ ഞാൻ കൂട്ടിച്ചേർത്തു, താങ്ക് യു അഖിൽ ഫോർ ദ സർപ്രൈസ്. പാരീസിൽ പോകണമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ? അതുപോലെ ആയിരുന്നു ഞാനും. പക്ഷേ വീഡിയോയിൽ കണ്ടതിൽ നിന്നും അതുപോലെ തന്നെ വായിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു പാരീസ്. അവിടെ പോയി വന്നപ്പോഴാണ് പാരീസിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളുമായി പാരീസ് ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോയെ കാണുന്നവരേക്കും ബി പോസിറ്റീവ്, മച്ച് ലവ്, രേഷ്മ. ബൈ.